ആരും കാണുന്നില്ലെങ്കിൽ പോലും മനുഷ്യൻ നല്ലവനായിരിക്കേണ്ടത് എന്തുകൊണ്ട്? നല്ലതും ചീത്തയും എന്ന് പറയുന്നത് അവരവർക്ക് അനുകൂലമാകുന്നതിനെയാണ് നല്ലതെന്ന്, നമുക്ക് പ്രതികൂലമാകുന്നതിന് ചീത്തയെന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ഏത് പോയിന്റിൽ നിന്നാണ് നിങ്ങളത് ഉപയോഗിക്കുന്ന അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ലോകത്ത് നല്ലതും ചീത്തയില്ല. ആരുടെ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ്. സമൂഹത്തിൽ സമൂഹം എന്നുള്ള വാക്കൊക്കെ പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയാം. ഇപ്പം ചൂണ്ടയിട്ട് മീനെ പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, എന്തായാലും മീനില്ല. അതുകൊണ്ട് ഒരേ ആക്ഷൻ എങ്ങനെയാണ് രണ്ട് തരത്തിൽ അനുഭവിക്കുന്നതെന്നുള്ളത് ആരാണോ അതിന് പ്രതികൂലമായി അനുഭവിക്കുന്നവരും അനുകൂലമായി അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധമൊക്കെ ആൾക്കാർ വിജയിച്ച് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത്, അതേ കാരണം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നല്ലതും അങ്ങനെയാണ്. എൻ്റെ രാജ്യത്തിന് വേണ്ടി ചാകുന്നവരെല്ലാം പരമവീര ചക്രവും മേടിക്കുകയും മറ്റുള്ളവരെല്ലാവരും അവനെ കൊലപാതകമായിട്ടും ടെററിസ്റ്റായിട്ടും വിളിക്കുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. എവിടെ നിന്നാണ് നിങ്ങളത് വിലയിരുത്തുന്നത്? കുറഞ്ഞ വർഷം നമ്മൾ യുദ്ധം നല്ലതല്ല എന്ന് കരുതിയാൽ, അത് തന്നെ, യുദ്ധം നല്ലതല്ല എന്ന് പറയാനായിട്ട് കഴിയാതെ പോകുന്നത് ഈ നന്മയും തിന്മയും നല്ലതും ചീത്തയും വെച്ചിട്ടാണ് നിങ്ങളത് പറയുന്നതെങ്കിൽ പണി കഴിയും. കാരണം ആരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയേണ്ടി വരും. ഒറ്റ ആക്ഷനകത്താണ് ആ ആക്ട് ഒരാൾക്ക് ദുഃഖകരവും വേറൊരാൾക്ക് സന്തോഷകരവുമായിട്ടിരിക്കും. അപ്പം സന്തോഷകരമായിട്ടിരിക്കുന്ന ആളിൻ്റെ വശത്തു നിന്നാണെങ്കിൽ അയാൾക്കൊരു നല്ല പ്രവൃത്തിയായിട്ട് തന്നെ കാണാം. അതുകൊണ്ടാണ് പരമവീര ചക്രം കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ചൈനയിലോ ഇരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് ആ പരമവീര ചക്രം കൊടുത്തവന് അവനെ കിട്ടിയ 2 കൊടുക്കുക, കൊല്ലാനായിട്ടും ഉള്ള പകയുണ്ടാക്കുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് നന്മയും തിന്മയൊക്കെ നിങ്ങൾ എവിടെ നിന്ന് എങ്ങനെയാണോ വിശദീകരിക്കുന്നത്, എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അളക്കുന്നത്, അതിനനുസരിച്ചിട്ടേ അത് വരുള്ളൂ. അല്ലാതെ എല്ലാവർക്കും കൂടെ ചേരുന്ന ശരിയും എല്ലാവർക്കും കൂടെ ചേരുന്ന നന്മയൊക്കെ പറയാനായിട്ട് ഈ നിലനിൽക്കുന്ന പ്രപഞ്ചത്തിലില്ല, സാധ്യമല്ല. എന്താണ് നന്മ, എന്താണ് തിന്മ? അതല്ല, ആരും കാണുന്നില്ലെങ്കിൽ പോലും മനുഷ്യൻ നല്ലവനായിരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഒരു ഉസ്താദിനോട് ആ ചോദ്യം പ്രസക്തമല്ല. കാരണം ആരും കാണാതിരിക്കുക എന്നുള്ളൊരു കോണ്ടക്സ്റ്റ് മതത്തിൻ്റെ കണ്ണിലില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രപഞ്ച വീക്ഷണത്തിലില്ല. ഇപ്പോൾ ഒരു കഥ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു സംഭവം മതപുസ്തകങ്ങളിലുണ്ട്. അപ്പോൾ നെയ്ക്കഡാണ് 2 പേരും. ഈ ആക്ഷൻ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം റൊമാൻറ്റിക്കായി. അദ്ദേഹം പറഞ്ഞു, എന്തു മനോഹരമായ രാത്രി, ആകാശം മുഴുവനും നക്ഷത്രം, നമ്മൾ 2 പേരും മാത്രം. അപ്പോൾ ആ വിക്ടിമാവാൻ പോകുന്ന ആ സ്ത്രീ പറയുന്നുണ്ട് ഇയാളോട്, നിങ്ങളെന്താണ് ഈ പറയുന്നത്? മനോഹരമായ രാത്രി, ആകാശത്തെ നക്ഷത്രവും, പക്ഷെ നമ്മൾ 2 പേരും മാത്രമല്ലല്ലോ, ആ നക്ഷത്രത്തെ ഉൽപ്പാദിപ്പിച്ചവനുമില്ലേ? അപ്പം ആരും കാണാതിരിക്കുക എന്നുള്ള കോണ്ടക്സ്റ്റ് ആ ഒരു ഫ്രെയിം മതത്തിലില്ല. മറ്റൊന്ന്, ആ തിയറി മാറ്റി വെച്ചാലും പ്രവാചകൻ്റെ അരികിലേക്ക് വാബിസ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെല്ലുന്നുണ്ട്. എന്താണ് നന്മ, എന്താണ് തിന്മ? എനിക്ക് തോന്നുന്നത് ഫിലോസഫി കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കറക്റ്റ് ഡെഫിനിഷൻ തോന്നിയത് ഈ പറയുന്നൊരു വാക്കാണ്. എന്താണ് നന്മ എന്നുള്ളതിന് മറുപടി കൊടുക്കുന്നത് അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് എന്നാണ്. അതിൻ്റെ ആശയം ഇതാണ്: ആവർത്തിക്കപ്പെടാൻ അനുഭവിക്കുന്നവർ കൊതിക്കുന്നതാണ് നന്മ. ഇപ്പോൾ 2 പേര് യാത്ര പോയി. അപ്പോൾ അതിൽ ഈ സഹയാത്രികന് തോന്നണം, ഒരിക്കൽ കൂടി എന്നെ വിളിച്ചാൽ ഇനിയും പോകണം. ഒരാൾക്ക് കാശ് കടം കൊടുത്തു, അവധിക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഈ കൊടുത്തവന് തോന്നണം, ഓൻ ചോദിച്ചാൽ ഇനിയും എനിക്ക് കൊടുക്കാൻ പറ്റണം. 2 പേര് ഉറങ്ങി, ഇനിയും അവനോട് റൂം ഓർ ബെഡ് ഷെയർ ചെയ്യാൻ അവൻ ക്ഷണിച്ചാൽ പോയാൽ, ആവശ്യം വന്നാൽ ചെയ്യാം. ഇങ്ങനെ റിപ്പീറ്റേഷൻ താല്പര്യം വരുന്ന തരത്തിലുള്ള ഡീലിങ്സ് ആണ് നന്മ. എന്താണ് തിന്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാ ഹാക്ക ഫി നഫ്സിക് വ കരിഹി തയ്യത്തൊലി അലഹിനാസ്. അറബിക് ടൈം ജസ്റ്റ് അത്ര പറയുന്നേ ഉള്ളൂ. പക്ഷെ ഈ വാക്കാണ് എന്നെ ഏറ്റവും ടച്ച് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞാൽ മോശമായിപ്പോയി എന്ന് തോന്നുന്നതാണ് തിന്മ. ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടില്ല എന്ന് തോന്നുന്നത് മുഴുവനും തിന്മയാണ്. പിന്നെയോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ എന്ന് ഭയക്കുന്നതുമാണ് തിന്മ. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ, CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായേക്കുമോ, നാളെ ഇത് ബ്ലാക്ക് മെയിലായി വരാൻ ചാൻസ് ഉണ്ടോ, ഇതൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഡീഡ്സ്
അത് വളരെ കറക്റ്റാണ് ഇത്രയും പറഞ്ഞത്. അത് റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. അതിൻ്റെ റിസൾട്ടിൻ്റെ എഫക്ഷൻ എങ്ങനെയാണോ ഓരോന്നിനും കിട്ടുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന സ്ഥായിയായിട്ടുള്ള ഒരു പാരിപ്രേക്ഷത്തിന് കൊടുക്കാൻ കഴിയില്ല. അതേസമയം മതത്തിൻ്റെ കണ്ണിൽ നന്മയും തിന്മയും ഒബ്ജക്റ്റീവാണ്. അത് നേരത്തെ ദൈവം നിശ്ചയിച്ച് തന്നതാണ്. അതിൻ്റെ റിസൾട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെയും വരൂലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായിട്ടൊരു നിലക്കേ വരുള്ളൂ. ഒരു വസ്തുവിനും പരമമായിട്ട് നന്മയുടെ വശവും തിന്മയുടെ വശവും ഇല്ല, വസ്തുവിനില്ല. ഫോർ എക്സാമ്പിൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാഷ്ടം മോശമാണ്. ഒരു ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ഈച്ചയുടെ ഫേവറേറ്റ് ഫുഡാണത്. ഉള്ളിയെ സംബന്ധിച്ചിടത്തോളം വളമാണ്. ഇനി ഒരു ചോദ്യം, കാഷ്ടം നല്ലതോ മോശമോ? അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ എഫക്ഷൻ എങ്ങനെയാണ്, റിസൾട്ട് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ നന്മാതിന്മ വശങ്ങൾ. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ ചോദ്യം ഷാർപ്പാണ്, ആരും കാണാതിരിക്കുമ്പോൾ എന്തിനു നന്നാവണം? എൻ്റെ ഉത്തരവും ഷാർപ്പാണ്, ആരും കാണാതിരിക്കുന്നില്ല. അടുത്ത ചോദിക്കട്ടെ, ഒരു ഫിലോസഫിക്കൽ ടേം പ്ലാറ്റോനെ കൂട്ടിച്ചേർത്തോട്ടെ. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുവാനും വേണമെന്ന് വിചാരിക്കുമ്പോൾ അപ്രത്യക്ഷപ്പെടുവാനും സാധിക്കുന്ന ഒരു മോതിരം കിട്ടിയെന്നിരിക്കട്ടെ. മോതിരത്തിൻ്റെ കല്ലുമ്മൽ ഇങ്ങനെ ഞെക്കുമ്പോൾ നമ്മൾ ഡിസപ്പിയർഡ് ആവും, അടുത്ത ഞെക്കുമ്പോൾ അപ്പിയർഡ് ആവും. അങ്ങനെ പറ്റുന്ന ഒരു കല്ല് കിട്ടിയിട്ടും നിങ്ങൾക്ക് ക്രഷ് തോന്നിയ സുഹൃത്തിൻ്റെ ഭാര്യയെ വേണ്ടാധീനത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളാണ് നല്ലവൻ. പ്ലാറ്റോയുടെ വാക്ക്. ഇതേ വാക്ക് ഇസ്ലാമിക ഒരു അലി റളിയല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, അടച്ചിട്ട മുറിയിൽ നിങ്ങൾ എന്താണോ അതാണ് താങ്കൾ. അപ്പോൾ ഈ ചർച്ചയൊക്കെ പണ്ട് മുതലേ ലോകത്തുള്ള വലിയൊരു ഫിലോസഫിക്കൽ എലമെൻ്റാണ്. അതൊക്കെ ഞാളെ കവിത ഞാനതിനകത്ത് പറയാം. ഒന്നല്ല ഒറ്റയ്ക്കിരിക്കുമ്പോൾ നടുക്കിരിക്കുന്നതായിട്ട്, എല്ലാവരുടെയും നടുക്കിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇതേപോലെ പറയുന്നത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടൊന്നും ഞാൻ തയ്യാറല്ല ഇപ്പോൾ. ഇത്രയേ ഉള്ളൂ, അതൊക്കെ ഇങ്ങനെ പറയാം. ഒരു സമൂഹത്തിനും ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ലാത്ത മനുഷ്യൻ്റെ അവകാശം എന്താണ്? ഒരു സമൂഹവും ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ലാത്ത മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു അവകാശമുണ്ടോ? ഇല്ല. കാരണം കുട്ടികളായിട്ടുണ്ടാകുന്നവരാണ് നമ്മളെ രൂപപ്പെടുത്തത്തേ ഉള്ളൂ, അല്ലാതെ ഒരു മനുഷ്യനങ്ങ് ഉണ്ടാകത്തില്ല. 18ാമത്തെ വയസ്സിലുണ്ടാകുന്ന മനുഷ്യരായിരുന്നെങ്കിൽ വേണമെങ്കിൽ ആലോചിക്കാം. അത് അസാധ്യമായ ഒന്നായതുകൊണ്ടാണ് അങ്ങനെയില്ല. എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല ചോദ്യം. ഒരു സമൂഹവും ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവകാശം. മനുഷ്യൻ്റെ അവകാശം എന്ന് പറയുന്നിടത്ത് തന്നെ കുറേ പ്രശ്നങ്ങളുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. മനുഷ്യനായിരിക്കുക എന്നതിലെല്ലാം പെട്ടില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ അബ്സ്ട്രാക്റ്റായ 18 വയസ്സ് പ്രായപൂർത്തിയായ ഒരാളുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മനുഷ്യൻ്റെ അവകാശം എന്നുള്ള വേർഡിനെ ഞാൻ വേറെ നിൽക്കാണ് പറയുന്നത്. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്കിന്നതും ഇന്നതും ഇന്നതും ഒക്കെ കിട്ടിയിരിക്കണം, എനിക്കിന്നതും ഇന്നതും ഒക്കെ ചെയ്യേണ്ടതുണ്ട്, എനിക്കതിനൊക്കെയുള്ള വാക്ക് മറ്റൊന്നില്ല, അവകാശമുണ്ട്. അതേസമയം ആ ഇൻഡിവിജ്വലിസ്റ്റിക് പോയിന്റിൽ നിന്ന് നമ്മൾ അവനെ അടർത്തിയിട്ട് അവനെ കൂടി പ്രപഞ്ചത്തിൻ്റെ ഭാഗമാക്കുക, അവളെ കൂടി പ്രപഞ്ചത്തിൻ്റെ ഭാഗമാക്കുക. അപ്പം അവനൊരു ഒഴുക്കിൽ പോവുകയാണ്. ഇങ്ങോട്ട് വരാനുണ്ട്, അങ്ങോട്ട് പോകാനുണ്ട്. അതിൽ എൻ്റേത് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുന്നിടത്ത് മാത്രം സാധ്യമാകുന്നൊരു വാക്കാണ് അവകാശം. ആ വാക്കിനോട് ഞാൻ ഡിസഗ്രി ചെയ്യുന്നു. ഞാൻ ആ കാരണം കൊണ്ടല്ല കേട്ടോ. ഇയാളുടെ ചോദ്യം അടിസ്ഥാനപരമായി കുട്ടികളായി ജനിച്ച് രൂപപ്പെടുത്തി